ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ടൈഫോയിഡ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റിയാണ്. ടൈഫോയിഡ് എന്ന് പറയുന്ന ഒരു അസുഖം സൽമണല്ല ടൈഫി എന്ന് പറയുന്നൊരു ബാക്ടീരിയൽ സ്പീഷീസാണ് അത് സ്പ്രെഡാക്കുന്നത്. കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് അഫക്റ്റായിട്ട് കണ്ടുവരുന്നത്. ഏകദേശം 5 മുതൽ 19 വയസ്സ് പ്രായമുള്ള കുട്ടികളിലാണ് ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിത് മെയിനായിട്ട് സ്പ്രെഡാകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കാണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡാകുന്നത്. മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പുറത്ത് കാണിക്കത്തില്ല. കാരണം ഈ ഡിസീസ് എന്ന് പറയുന്നത് ഒരു അസിംപ്റ്റമാറ്റിക് ലക്ഷണം കാണിക്കാത്തൊരു അതുകൊണ്ട് നമുക്ക് ഈ രോഗം വ്യാപിപ്പിക്കുന്നവരെ നമുക്ക് പ്രഥമ ദൃഷ്ടിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അവർക്ക് സിംറ്റംസ് ഒന്നും കാണത്തില്ല. അവർ പാചകം ചെയ്ത് കൊടുക്കുന്ന ആഹാരത്തിൽ കൂടെയും ഇത് പകരുന്നു. മെയിനായിട്ട് 3 കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ കോണ്ടാക്ട്സ് വഴി ഇത് പകരാം. അതുപോലെ തന്നെ ജലമാർഗം ആഹാരം വഴിയും ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം മെയിനായിട്ട് തന്നെ വൃത്തിയില്ലായ്മ, അതുപോലെ തന്നെ ഈ ടോയ്ലറ്റിൽ പോയതിന് ശേഷം കൈ കഴുകാതെയും ഒക്കെയാണ് ഇതിൻ്റെ ഒരു സ്പ്രെഡ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ വ്യക്തിശുചിത്വമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഈ ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗം വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. ടൈഫോയിഡ് മേരി എന്ന് പറയുന്ന നമുക്കൊരു കൊച്ചു ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. അവരെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ത്രീ അവർ അസിംപ്റ്റമാറ്റിക് കാരിയറായിരുന്നു. കാരണം അവർക്ക് സിംറ്റംസ് പുറമെ നോക്കിയാൽ സിംറ്റംസ് ഒന്നും കാണത്തില്ല. പക്ഷെ അവർ പാചകം ചെയ്ത ആഹാരത്തിൽ കൂടെ ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ച് ആറ്റിയ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ചൂടാക്കിയ ആഹാരം കഴിക്കുക. ഇതിലൂടെ നമുക്ക് ഈ ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗം തടഞ്ഞു നിർത്താൻ പറ്റിയതാണ്. അതുപോലെ ഈ നമുക്ക് ഈ ഒരു ലൂസ് മോഷൻ പോലുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതായിട്ട് ഉണ്ട്. ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ തടം നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. സോ ദിസ് വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.